മൂവാറ്റുപുഴ നഗരസഭ 24-ാം വാർഡിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സാധന സാമഗ്രികൾ പട്ടാപ്പകൽ മോഷ്ടിച്ചു. 6 കസേരകൾ, ഇരുമ്പ് പൈപ്പ്, സീറ്റുകൾ എന്നിവയാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ മോഷ്ടിച്ചത്. എറണാകുളം ഭാഗത്തേക്ക് ടിപ്പർ ലോറിയിലാണ് മോഷണ സാധനങ്ങൾ കൊണ്ടുപോയത്. വാഹനത്തിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞെങ്കിലും നമ്പർ വ്യാജമാണെന്ന് കൗൺസിലർ അമൽ ബാബു പറഞ്ഞു. 2 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാഷണൽ ഹൈവേയുടെ എക്സ്റ്റൻഷൻ്റെ ഭാഗമായി സംഗമം ബസ് സ്റ്റോപ്പ് 17-ാം തീയതി പൊളിക്കുകയും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ എടുത്തു വയ്ക്കുകയും ചെയ്തു. 18-ാം തീയതി ഉച്ചയോടുകൂടി അതിൻ്റെ ആ പൊളിച്ചു വെച്ച ഭാഗങ്ങൾ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. അത് ഇവിടെ നിന്ന് ഒരു നിസാൻ ടിപ്പറിൽ കയറ്റി അതിവിടുന്ന് കട്ടുകൊണ്ട് പോവുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇന്നലെ ഹൈവേയുടെ സീനിയർ മാനേജർ അതുലും ഞാനും ചേർന്ന് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് 2 ലക്ഷം രൂപയോളം വില വയ്ക്കുന്ന സാധനങ്ങളാണ്. ആ സാധനങ്ങളുടെ എത്രയും പെട്ടെന്ന് തന്നെ CIയുടെ അടുത്ത് അതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ സമർപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കണമെന്ന് നമ്മൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഇന്നലെ പട്ടാപ്പകൽ ഇവിടെ നമ്മുടെ കടാതി ഭാഗത്തുണ്ടായ മോഷണമാണ്. പട്ടാപ്പകൽ 18-ാം തീയതി ഉണ്ടായ മോഷണമാണ്. എന്താണ് അതിൻ്റെ ഇതെന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റെ വണ്ടി നമ്പർ നമ്മൾ പരിശോധിച്ചു. വണ്ടി നമ്പർ വളരെ ഫേക്കായ വണ്ടി നമ്പറാണ്. പൊളിച്ചിട്ട സാധനങ്ങൾ നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് അവകാശപ്പെട്ട സാധനങ്ങളാണ്. മുനിസിപ്പാലിറ്റിക്ക് അത് തിരിച്ച് നമ്മൾ സമർപ്പിക്കേണ്ട സാധനങ്ങളാണ്. അതൊരിക്കലും അതിനകത്ത് വേറെ ആർക്കും ഒരു അവകാശമില്ല. പൊളിച്ച സാധനം മുനിസിപ്പാലിറ്റി തിരിച്ചെടുത്ത് അതിൻ്റെ നമ്മൾ ഫണ്ട് മുനിസിപ്പാലിറ്റി എന്നുള്ള ഫണ്ടിൽ ഉള്ള ബസ് സ്റ്റോപ്പാണ്. മുനിസിപ്പാലിറ്റി തിരിച്ചെടുക്കുന്ന സാധനങ്ങളാണ്.